ഈ ഈങ്ങാപ്പുഴ ഷിബില വധക്കേസിൽ അന്വേഷണം എന്തായിട്ടുണ്ട്? ലഹരി സംഘങ്ങളുടെ ബന്ധത്തിലേക്ക് അന്വേഷണം പോകേണ്ടിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ പ്രതി യാസിർ ഇതിനു മുൻപ് ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ ആഷിഖിൻ്റെ സുഹൃത്താണ്. അതിൻ്റെ ദൃശ്യങ്ങൾ, ഫോട്ടോസൊക്കെ പുറത്തു വന്നിരുന്നു. ആ കൊലപാതകത്തിന് ശേഷമാണ് യാസിറിൻ്റെ ഭാര്യയും കുടുംബാംഗങ്ങളൊക്കെ തന്നെ താമരശ്ശേരി പോലീസിൽ കഴിഞ്ഞ മാസം 28-ാം തീയതി രേഖാമൂലം പരാതി കൊടുക്കുന്നത്. ആഷിഖ് ഉമ്മയെ കൊലപ്പെടുത്തിയത് പേടിച്ചിട്ടാണ്, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതിയിട്ടാണ് രേഖാമൂലം പരാതി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യാസിറിൻ്റെ ലഹരി ബന്ധങ്ങൾ താമരശ്ശേരി പോലീസ് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ആഷിഖ് യാസിർ കൂട്ടുകെട്ടിൽ മറ്റേതെങ്കിലും ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, അവരുടെ ഈ ലഹരി ചങ്ങല എവിടം വരെ നീണ്ടു പോകുന്നതാണ് എന്ന് അന്വേഷിക്കും. 2020-ലാണ് ഇവരുടെ പ്രണയവിവാഹം നടക്കുന്നത്. അന്ന് മുതൽ തന്നെ യാസിർ ഈ ലഹരിക്ക് അടിമയായിരുന്നുവെന്ന് ഈ നാട്ടുകാരും വീട്ടുകാരും പറയുന്നുണ്ട്. അന്ന് വിവാഹം നടക്കുന്ന സമയത്ത് ഷിബില പറഞ്ഞത് അത് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അന്ന് യാസിറിനൊപ്പം ഇറങ്ങിത്തിരിക്കുകയും ചെയ്തത്. പക്ഷേ അത് കൂടുതൽ ലഹരിക്കണിയിലേക്ക് വന്ന് വീഴുകയാണ് യാസിർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഏതൊക്കെ റൂട്ടിലൂടെയാണ് പോകുന്നതെന്ന് അന്വേഷിക്കുന്നുണ്ട്. ഇതിനു മുൻപ് ചുരം 4-ാം വളവിൽ യാസിർ ഒരു കട നടത്തിയിരുന്നു എന്ന് പറയുന്നു. ആ കട കേന്ദ്രീകരിച്ചായിരുന്നു ലഹരിയുടെ കണക്ഷൻ എന്ന് പറയുന്നുണ്ട് നാട്ടുകാർ. അത് നാട്ടുകാർ എതിർത്തൻ തുടർന്ന് അത് പൂട്ടിപ്പോയിരുന്നു. അതും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷിക്കും. ഏതായാലും ഇന്നോ നാളെയോ യാസിറിനെ കസ്റ്റഡിയിൽ കിട്ടാൻ വേണ്ടി അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ എടുത്ത ശേഷമാണ് കൊലപാതകം നടത്തിയ ഷിബിലയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുക്കുകയും ചെയ്യുക. റോഷ്നി, മറ്റൊരു വിധി പ്രസ്താവം ഇന്നുണ്ടല്ലോ സിനോജി. പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ വധക്കേസ് നമ്മളൊക്കെ ഞെട്ടിച്ചൊരു കേസായിരുന്നല്ലോ. ഈ കൊന്ന് കഷ്ണങ്ങളാക്കി പുഴയിൽ തള്ളുക എന്നൊക്കെ പറഞ്ഞ ഒരു കേസ്. അപ്പോൾ അതിൽ ആ കൊലപാതകത്തിൽ ഒരു കേസിൻ്റെ ചുരുളഴിഞ്ഞതൊക്കെ തന്നെ ഒരു വലിയ കഥയായിരുന്നു. മാത്രമല്ല അതിലൊരു വിധി പ്രസ്താവവും ഇന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും എങ്കിൽ, അതായത് അതിൻ്റെ വിധി കൂടി വന്നു കഴിഞ്ഞാൽ വലിയൊരു സിനിമയാക്കാൻ പറ്റുന്ന കഥയുണ്ട്. ആളുകൾ ഒരിക്കലും വിശ്വസിക്കാത്ത വലിയൊരു കഥയാണ് അതിന് പുറകിലുള്ളത്. പോലീസിന് വലിയ വെല്ലുവിളിയായിരുന്നു. ശാസ്ത്രീയ തെളിവുകൾ അടിസ്ഥാനമാക്കിയാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത്. കാരണം ഈ പാരമ്പര്യ വൈദ്യനായ ഷാബാസ് ഷെരീഫിൻ്റെ മൃതദേഹ ഭാഗങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. അത് ഒന്ന് കൊലപ്പെടുത്തി വിവിധ കഷ്ണങ്ങളാക്കി മുറിച്ച് പ്ലാസ്റ്റിക് കവറിലാക്കി ചാലിയാറിൽ ഒഴുക്കി എന്നാണ് കേസ്. മുടിനാരുകൾ ലഭിച്ചിരുന്നു. അങ്ങനെ ശാസ്ത്രീയ തെളിവുകൾ അടിസ്ഥാനമാക്കിയാണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ, അതായത് ഷാബാസ് ഷെരീഫിനെ ഈ പ്രതികൾ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പ്രതികൾ തന്നെ അത് പെൻഡ്രൈവിലാക്കി സൂക്ഷിച്ചിരുന്നു. അത് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അതാണ് ഷാബാസ് ഷെരീഫാണെന്ന് ഉറപ്പിക്കാൻ പോലീസിനെയും കുടുംബത്തെയും സഹായിച്ചത്. വലിയൊരു കഥയാണ്. 2019 മൈസൂരിൽ നിന്നാണ് ഈ നാട്ടുവൈദ്യനായ പാരമ്പര്യ വൈദ്യനെ തട്ടിക്കൊണ്ടുവരുന്നത്. നിലമ്പൂർ സ്വദേശിയായ ഷൈബിൻ അഷറഫാണ് കേസിൽ 1-ാം പ്രതി. മൂലക്കുരുവിനുള്ള ചികിത്സയുടെ ഒറ്റമൂലി അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയാണ് ഷാബാസ് ഷെരീഫിനെ തട്ടിക്കൊണ്ടുവരുന്നത്. 1 വർഷത്തിലേറെ നിലമ്പൂരിൽ ഈ പ്രധാന പ്രതി വീടിന് 1-ാം നിലയിൽ പൂട്ടിയിട്ട് ചങ്ങലക്കിട്ട് പീഡിപ്പിക്കുന്നു. അങ്ങനെ 2020 ഒക്ടോബർ മാസം 8-ാം തീയതിയാണ് ഷാബാസ് ഷെരീഫിനെ കൊല്ലുന്നത്. അതും മർദ്ദിച്ച് മുഖത്ത് സാനിറ്റൈസർ ഒഴിച്ചൊക്കെ തന്നെ കൊല്ലുന്നു. കൊന്ന ശേഷം ഈ പുളിമരത്തിൻ്റെ തടിക്കഷ്ണം, നമ്മൾ ഇറച്ചിക്കടയിൽ ഉപയോഗിക്കുന്ന തടിക്കഷ്ണം ഉണ്ടല്ലോ, അത് കൊണ്ടുവന്ന് ഇറച്ചി വെട്ടുന്ന കത്തി കൊണ്ട് മൃതദേഹം പല കഷ്ണങ്ങളാക്കി മുറിച്ച് ചാലിയാറിൽ എറിഞ്ഞു എന്നാണ് കേസ്. ഇത് കേസ് പുറത്തേക്ക് വന്നതിന് മൈസൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നുകൊണ്ട് അവിടെ മിസ്സിംഗ് കേസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ കേസ് കേരളത്തിൽ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതികൾക്ക്, ഷൈബിനെ സഹായിച്ച പ്രതികൾക്ക് പണം നൽകാമെന്ന് പറഞ്ഞത്, പക്ഷെ പണം നൽകിയില്ല. അതിൻ്റെ വൈരാഗ്യത്തിൽ ഈ കേസിലെ നൌഷാദ്, മാപ്പസാക്ഷിയാക്കിയ നൌഷാദ് എന്ന പ്രതി ഈ ഷൈബിൻ്റെ വീട്ടിൽ കവർച്ച നടത്തുന്നു. അങ്ങനെ ഷൈബിൻ പോലീസിൽ പരാതി കൊടുക്കുന്നു. പോലീസ് അന്വേഷിച്ച് ഈ നൌഷാദിനെ പിടികൂടുന്നു. അതിനിടയിൽ മറ്റ് പ്രതികൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ 2022 ഒരു ആത്മഹത്യാ നാടക സമരം നടത്തുന്നു. അതായത് ഷൈബിൻ ഞങ്ങളെ പറ്റിച്ചു, ഞങ്ങളെ കൊലപാതക കേസിൽ പങ്കെടുപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ആത്മഹത്യാ ശ്രമം നടത്തുന്നു സെക്രട്ടേറിയറ്റിന് മുൻപിൽ. അത് കേരളം കണ്ടതാണ്. അങ്ങനെ അവരെ കൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കൊലപാതക കേസ് കൂടി പുറത്തു വരുന്നത്. ഈ കൊലപാതക കേസ് അന്വേഷിക്കുമ്പോൾ തന്നെ മറ്റ് 2 കൊലപാതക കേസിലേക്കുള്ള തുമ്പ് കൂടി എത്തി. അത് CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷൈബിൻ അഷറഫ് ഗൾഫിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് പങ്കാളിയെ കൊലപ്പെടുത്തി. ഒപ്പം തന്നെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന മറ്റൊരു യുവതിയെ കൂടി കൊലപ്പെടുത്തിയെന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ചോദ്യം ചെയ്ത സമയത്ത്. അത് വിദേശത്തായതുകൊണ്ട് തന്നെ CBI ആണ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ സംഭവബഹുലമായ ഒരു കേസാണ് ഈ പാരമ്പര്യ വൈദ്യനായ ഈ ഷാബാസ് ഷെരീഫിൻ്റെ കേസിലുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 15 പ്രതികളുണ്ടായിരുന്നു. 2 പ്രതികളിൽ ഒരാൾ ഗോവയിൽ വെച്ച് മരിച്ചു, ഒരാൾ ഇപ്പോഴും പിടികിട്ടാതെ പുറത്താണുള്ളത്. ഈ വിധി വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ സിനിമയൊക്കെ ചെയ്യുന്നവർക്ക് വലിയൊരു സിനിമ ചെയ്യാനുള്ള കണ്ടന്റ് ഈ കേസിനകത്തുണ്ട്. ശരി, സിനോജ് തോമസ് ആണ് രാവിലെ തന്നെ ഒരുപാട് വാർത്തകൾ, മലബാർ ജില്ലകളിലെ വ്യത്യസ്ത വാർത്തകൾ പങ്കുവച്ചത്, പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.